നമ്മുടെ തടി മുതലാളിയുടെ റിപ്പോർട്ടർ ചാനലെന്നല്ല, പൊതുവിൽ ആളുകളൊക്കെയും ചാനലുകളൊക്കെയും സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. അതിൽ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള നമ്മുടെ മുൻകാല പ്രൊഫസറുടെ വ്യത്യസ്ത തരം കേളി രംഗങ്ങൾ കൊണ്ട് സജീവമായിരുന്നു. ഓരോ ഇലക്ഷൻ വരുമ്പോഴും അദ്ദേഹത്തിലേക്ക് ചില പ്രത്യേക സംഗതികൾ ആവാഹിക്കും. അങ്ങനെ ആവാഹിക്കുന്നതിലൂടെ അദ്ദേഹം വേറൊരാളായിത്തീരും. പിന്നെ പുള്ളി കുതിരപ്പുറത്ത് കയറും, ആനപ്പുറത്ത് കയറും, പിന്നെ എന്ത് കോമാളി വേഷം വേണമെങ്കിലും കെട്ടും. സത്യം പറഞ്ഞാൽ പ്രൊഫൈലിൽ കയറി പ്രൊഫസർ എന്ന് കാണുമ്പോൾ ഇതുപോലെ കുതിരപ്പുറത്ത് കോമാളി വേഷമൊക്കെ കെട്ടിപ്പോകുന്നത് കാണുമ്പോൾ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് എവിടെയെങ്കിലും എന്തെങ്കിലും മറ്റു പണികൾ സ്വീകരിച്ച് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകാറുണ്ട്. ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് പെട്ടിയായിരുന്നു. ഒരു നീല പെട്ടിയുമായി അദ്ദേഹം നേരെ ലോഡ്ജിലേക്ക് ചെന്നു. ആ മുറിയിലേക്ക് കയറി ആ പെട്ടി അവിടെ വെക്കുന്നു. ആ നീലപ്പെട്ടി ചുമന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതരണവുമൊക്കെ ഒരുപാട് നടന്നു. നമ്മുടെ CBI ഡയറി കുറിപ്പെന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ ഡമ്മി കൊണ്ടുവന്ന് വ്യത്യസ്തമായ സംഗതികൾ കൊണ്ട് ആളുകളെ ഇളക്കി മറിച്ച് അദ്ദേഹം കത്തിച്ചു വിട്ടിരുന്നു. എന്നാൽ ആ കത്തിച്ചു വിട്ട സംഗതി പതിവില്ലാതെ കോൺഗ്രസ്സുകാർ അല്പം വാശിയെടുത്തു. കോൺഗ്രസ്സുകാർക്ക് പൊതുവിൽ ഇക്കാര്യത്തിലൊക്കെ വാശി കുറവുള്ളവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നേതാവ് മാറി നിന്നാൽ മറ്റൊരു നേതാവ് കയറി അങ്ങ് ഏറ്റെടുത്തോളും. എന്നാൽ ഈ വിഷയത്തിൽ പൊതുവിലൊരു അകലം പാലിച്ചെന്ന് മാത്രമല്ല, ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധികൾ മറ്റും പോകാതായി. പോയ ജ്യോതികുമാർ ചാമക്കാലെ ആവട്ടെ, അവരോട് തന്നെ അവർ കാണിച്ച ചതികളെക്കുറിച്ചും മോശത്തരങ്ങളെക്കുറിച്ചും പറയുകയും പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരല്പം ആളുകൾ കാണുന്നത് കുറവ് വന്നു എന്ന് മനസ്സിലാക്കി ദേ പുതിയൊരു ഐറ്റം വിട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണണം. അത് വേറൊന്നുമല്ല, നമ്മുടെ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വധേരയുടെ സാരി, അവരുടുത്തിരുന്ന വിവിധതരം സാരികൾ, പിന്നെ മേക്കപ്പില്ലാത്ത ലുക്ക്, അതെല്ലാം തന്നെ ഭയങ്കര വൈറലായത്രേ. അങ്ങനെ ഇലക്ഷൻ പ്രചരണത്തിന് വന്നിരുന്നപ്പോൾ ഉടുത്തിരുന്ന സാരികളെല്ലാം കൂടി അടുക്കി മനോഹരമാക്കി ഒരു വാർത്ത സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ വയനാടിനെക്കുറിച്ച് പറയുന്നതോ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിയങ്കരമാവുക നമ്മളുടെ പ്രിയങ്കയുടെ സാരിയാവും എന്ന് തിരിച്ചറിഞ്ഞ് വളരെ കുശാഗ്ര ബുദ്ധിയോടെയും ആവേശത്തോടെയും ആ സാരി കഥകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട കോൺഗ്രസ്സുകാർ ആവേശം കൊണ്ട് സാരി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ തടി മുതലാളിയും സംഘവും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. കണ്ടോ, കോൺഗ്രസ് പാർട്ടി പ്രിയങ്കയുടെ സാരിയിൽ കുടുങ്ങിയത് കണ്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പേജിൽ പോയി നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ സാരി നോക്കി അത് ഷെയർ ചെയ്ത് നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോയി കാഴ്ച ഉറപ്പിച്ച് ഒന്നുകൂടി കാണേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ അടുത്ത രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ട് ഇറക്കും. അങ്ങനെ ഇറക്കാതിരിക്കണമെങ്കിൽ സാരി തന്നെ കണ്ട് നിങ്ങൾ സായുജ്യമടയേണ്ടതാണ്.